ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, KTU പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി അങ്ങോട്ടുള്ള ഓരോ എക്സാമിനും ഇത്തരത്തിലുള്ള ലെവൽ ക്വസ്റ്റ്യൻസും ഇനി അങ്ങോട്ടുള്ള ലൈവുകൾ വരുന്നുണ്ട്. അപ്പോൾ മാത്സിൽ ഗ്രൂപ്പ് ബി ആൻഡ് സി, അതായത് ഇലക്ട്രിക്കൽ സയൻസ് ആണ്, ഫിസിക്കൽ സയൻസ് ആണ് അല്ലേ. അപ്പോൾ അതിൽ മൊഡ്യൂൾ 2 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് നോക്കാം, പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ നോക്കാം. 15 മാർക്ക് നിങ്ങൾക്ക് തരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഹോമോജീനിയസ് ലീനിയർ ഓഡീസ് ആണ്. ഒരു കാര്യം പറയട്ടെ, ഇതുവരെയും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ടെലിഗ്രാമിലും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും ബാക്കി കമ്പൈൻഡ് സ്റ്റഡീസിനും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യുക. ദെൻ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ്, ജനറൽ സൊല്യൂഷനാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു പോർഷൻ 3 മാർക്കിന് പാർട്ട് എയിൽ ചോദിക്കുന്നതാണ്. അതായത് ഹോമോജീനിയസ് ലീനിയർ ഓഡീസ്, അതും സെക്കൻഡ് ഓർഡർ. ദെൻ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ 100% പാർട്ട് എയിൽ തന്നെ വരും എന്നുള്ളതാണ്. ഇതിന് ഹോമോജീനിയസ് ലീനിയർ ഓഡീസ് ഓഫ് സെക്കൻഡ് ഓർഡർ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് ഒരു കോയിഫിഷ്യൻ്റ് ആയിരിക്കും, കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ആയിരിക്കും, വേരിയബിൾ ആയിരിക്കില്ല. ദെൻ അതുപോലെ തന്നെ നോൺ ഹോമോജീനിയസ് ഓഡീസിൻ്റെ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനും പർട്ടിക്കുലർ സൊല്യൂഷൻ, ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെച്ചോ, മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോയിഫിഷ്യൻ. കാരണം ഇത് പാർട്ട് ബിയിൽ വരുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് വരുന്ന ഒരു മെത്തേഡാണ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, മീൻസ് അൺഡിറ്റർമിൻഡ് കോയിഫിഷ്യൻ്റ് ആണ് പഠിക്കാൻ എളുപ്പമെങ്കിൽ അത് പഠിക്കുക, അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് പഠിക്കുക. അതുപോലെ തന്നെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. കാരണം ഇത് നമുക്ക് എന്തായാലും ഒരു 100% വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ ഡയറക്റ്റ് ഒരു ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ഓടി തന്നിട്ട് സോൾവ് ചെയ്യാൻ പറയുന്നു. നമ്മൾ ആദ്യം കണ്ട ടോപ്പിക്കാണ്. ഓക്കെ, ദെൻ ഫൈൻഡ് ദി റോസ്കിയൻ കറസ്പോണ്ടിങ് ദി സൊല്യൂഷൻ. ഇവിടെയും ഒരു സെക്കൻഡ് ഓർഡർ തന്നിട്ടുണ്ട്, എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ പറയുകയാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് റോസ്കിയൻ കണ്ടുപിടിക്കാനാണ്. നിങ്ങൾ ഓൾറെഡി നോട്ട്സ് റെഫർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കും അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി മൊഡ്യൂൾ 1 നിന്നാണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സ്കിപ്പ് ചെയ്യാം. മൊഡ്യൂൾ 1 ഓർമ്മയുണ്ടല്ലോ അല്ലേ, അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഇത് മെട്രിക്സ് ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് ആക്ച്വലി നോട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഇടയ്ക്ക് കയറി വന്നതാണ്. ഇവിടെ നോക്കിയാൽ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് വേരിയേഷൻ. നമ്മൾ പറഞ്ഞു മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വെച്ച് സോൾവ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിയാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഓഡി, അതായത് നോൺ ഹോമോജീനിയസ് ഓഡീസ് വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ ഇവിടെ ചോദിച്ചിരിക്കുകയാണ്. ഇതാ മറ്റൊരു ഡയറക്റ്റ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ് ചോദിച്ചിരിക്കുകയാണ്. അതും അതിൻ്റെ ജനറൽ സൊല്യൂഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം പഠിക്കണം, ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. ദെൻ രണ്ടാമത്തത് നിങ്ങൾ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്താണെന്ന് പഠിക്കണം, വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ദെൻ നിങ്ങൾ പഠിക്കേണ്ടത് ജനറൽ സൊല്യൂഷൻ. ദെൻ ഹോമോജീനിയസ് ലീനിയർ ഓഡീസിൻ്റെ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഇതിൻ്റെ പഠിക്കണം. അപ്പോൾ ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട്സ് നോക്കി റെഫർ ചെയ്ത് വന്നിട്ടുള്ളവരാണ് എങ്കിൽ ഈ മൊഡ്യൂളിൽ നിന്നുള്ള 15 മാർക്ക് മക്കളെ പുഷ്പം പോലെ കിട്ടും. ഓക്കെ, സോ നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കുക. കൃത്യമായിട്ടുള്ള ഐഡിയ കൊണ്ട് വന്നിട്ട് നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ തുടരുക, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തും.